Basics of Abletone Live in Malayalam. Music production is mainstream ആയിട്ട് നിൽക്കുന്ന രണ്ട് സോഫ്റ്റ്വെയറുകളാണ് FL Studio and Abletone Live. ഇനി ഇതിനെ ഡോ എന്നാണ് പറയുക, DAW, ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ. ഡോ FLഉം Ableton കൂടാതെ വേറെ ഒരുപാട് ഡോകളുണ്ട്. പേര് കേട്ട ആപ്പിളിൻ്റെ ലോജിക് പ്രോ, പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ എഞ്ചിനീയേഴ്സ്, റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലൊക്കെ മെയിൻലി ഉപയോഗിക്കുന്നത് Pro Tools. Pro Tools is an amazing software when it comes to mixing and mastering, that kind of stuff. ഈ Abletonഉം FLൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കൂടുതൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്കലി നമുക്ക് എന്താ പറയുക, ഈ പ്രോ ടൂൾസിനെയൊക്കെ അപേക്ഷിച്ചിട്ട് FLനും Abletonലും ഇലക്ട്രോണിക്കലി സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിംപ്ലിസിറ്റി കൂടുതലാണ്. ലോജിക് വളരെ നല്ലൊരു ഡോ ആണ്. ലോജിക്കിൽ നമുക്ക് ഈ പറഞ്ഞ പരിപാടിയുള്ള ലോജിക്ക് എനിക്ക് വലിയ പരിചയമില്ല. സോറി, എന്നോട് മാക്കായി വിൻഡോസ് കഴിയുന്നു. നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിലും ടാബ്ലറ്റിലും ഫോണിലൊക്കെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇറ്റ്സ് അമേസിങ് ബ്രോ. ഇഫ് യു വാണ്ട് ടു മേക്ക് മ്യൂസിക് യു കൻ ഡു ഇറ്റ് എനി വേ യു വാണ്ട്. ഞാൻ അധികം ഇനി പറയണില്ല, ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ടു our content. Okay guys, this is how Abletone Live looks like. ഇവിടെ ഞാൻ പ്രോജക്റ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് വ്യൂസ് ഉണ്ട്. രണ്ട് തരത്തിൽ വർക്ക് ചെയ്യാം, രണ്ട് സ്റ്റൈൽ. ഇതാണ് സെഷൻ വ്യൂ. അതുപോലെ തന്നെ ദിസ് ഈസ് അറേഞ്ച്മെന്റ് വ്യൂ. ഈ രണ്ട് വ്യൂകളാണ് Abletone ബാക്കിയുള്ള ഡോ അപേക്ഷിച്ച് Abletone ഡിഫറെൻ്റ് ആക്കുന്നത്. ഇതാണ് ഓരോന്നും ഓരോ ട്രാക്കുകളാണ്. ട്രാക്കുകളിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ആയാലും സാമ്പിൾസ് ആയാലും ഓഡിയോ സാമ്പിൾ മീൻസ് ഈ സാധനങ്ങളുണ്ട്. ഇതാണ് റെക്കോർഡഡ് ഓഡിയോ സാമ്പിൾസ് ആഡ് ചെയ്യാൻ നമുക്ക് ഓഡിയോ ട്രാക്കുകളുണ്ട്. ഓഡിയോ ട്രാക്സ് അതുപോലെ മിഡി ട്രാക്സ് ആണ്. അടുത്ത രണ്ടാമത്തെ തരം ട്രാക്കുകളാണ് മിഡി ട്രാക്ക്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മിഡി ട്രാക്ക്. മിഡി ട്രാക്ക് എന്ന് വെച്ചാൽ ഇത് നമ്മൾ കീബോർഡ് നൊട്ടേഷൻസ് ആണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിഡി കൺട്രോളർ വെച്ചിട്ടാവും, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡ് ഡ്രോൺ ആക്കിയിട്ട് തന്നെ വെക്കാം. പിന്നെ മൂന്നാമത്തെ തരം ട്രാക്കുകളാണ് റിട്ടേൺ ട്രാക്സ്. ദിസ് ഈസ് എ റിട്ടേൺ ട്രാക്ക്. ഇത് രണ്ടും റിട്ടേൺ ട്രാക്സ് ആണ്. റിട്ടേൺ ട്രാക്ക് എന്ന് വെച്ചാൽ ഈ AD കണ്ടോ, ഇവിടെ ഈ മിക്സർ ട്രാക്കിൽ AD കൊടുത്തേക്കുന്നത് ഈ റിട്ടേൺ ട്രാക്കിലേക്കുള്ള ഔട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ റിവേർബിൾ ഡിലേ ഒക്കെ ആഡ് ചെയ്യാനാണ് നമ്മൾ റിട്ടേൺ ട്രാക്സ് യൂസ് ചെയ്യുന്നത്. മീൻസ് ഒരു കളക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു 4-5 ട്രാക്കിൽ ഒരു സെയിം എഫക്റ്റ് തന്നെ കൊടുക്കണമെങ്കിൽ ഈ റിട്ടേൺ ട്രാക്കിൽ നമുക്ക് ഔട്ട് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എഫക്ട്സ് ഒക്കെ ലോഡ് ചെയ്യണത് ഈ അടിഭാഗത്താണ്. ഇപ്പോൾ ടാബ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സെഷൻ വ്യൂ, അറേഞ്ച്മെന്റ് വ്യൂ എന്താ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ടാബ് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ അടിയത്തെ എഫക്ട്സും പിന്നെ മിഡി നോട്ട്സും. മിഡി ട്രാക്ക് ആണെങ്കിൽ എഫക്ട് ഈ ഇൻസ്ട്രുമെന്റ് മിഡി നോട്ടും ടോക്കിൾ ചെയ്യാം. ഓഡിയോ ട്രാക്ക് ആണെങ്കിൽ ഷിഫ്റ്റ് ടാബ് വെച്ചിട്ട് ഓഡിയോയുടെ എഫക്ട്സും പിന്നെ ഓഡിയോ ടോക്കിൾ ചെയ്യാൻ പറ്റും. ഇത് വഴിയെ മനസ്സിലാവും. ഇത് ഇപ്പോൾ അധികം കുറച്ചൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ബേസിക്സ് നോക്കാം. ഇപ്പോൾ സെഷൻ വ്യൂവിൽ എങ്ങനെ ഒരു ബീറ്റ് ഉണ്ടാക്കാം. നിങ്ങളുടെ മിഡി കീബോർഡ് ഉണ്ടെങ്കിൽ നല്ലത്. മിഡി കീബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊക്കെ മിഡി കീബോർഡ് ഇല്ലാണ്ട്, എനിക്കിപ്പോഴും കീബോർഡൊക്കെ ഇല്ലാണ്ട് തന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ പ്രൊജക്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ബാഡ് ഗൈ റീമിക്സ്, ബില്ലിഷ് ബാഡ് ഗൈ, അതിന്റെ റീമിക്സ് ചെയ്തായിരുന്നു. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്, ലിങ്ക് ചെയ്യണം.
ഡിസ്ക്രിപ്ഷനിലിടാം. സെഷൻ വ്യൂവിൽ എങ്ങനെ സെഷൻ വ്യൂ ഞാൻ പറഞ്ഞു സെഷൻ വ്യൂ ആണ് Ableton ഡിഫറെന്റ് ആക്കുന്നത് ബാക്കിയുള്ള ഡോയിൽ നിന്ന്. സെഷൻ വ്യൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ മീൻസ് വളരെയധികം ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ. ഇത് ബേസിക്കലി ലോഞ്ച് പാഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ലോഞ്ച് പാഡിന്റെ ബേസിക് സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത്. ഈ ലോഞ്ച് പാഡൊക്കെ ബേസിക്കലി Ableton ആണ്. നൊവേഷന്റെ ലോഞ്ച് പാഡ് Ableton വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് മിക്കത്. പക്ഷേ പിന്നെ Ableton സ്വന്തം കൊണ്ട് Ableton പുഷ് ഇത് Ableton ലൈവ് എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ഒരു സാധനം വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് പാട്ടുണ്ടാക്കാം. അതാണ് ഇതിന്റെ ഒരു ഗുണം സെഷൻ വ്യൂവിൽ. ഇപ്പോ ഞാനിപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് ലോഡ് ചെയ്ത് കാണിച്ചാൽ ഇതിപ്പോ ഒരു ഇവിടെ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഔട്ട് റെക്കോർഡ് സെഷൻ വ്യൂവിൽ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ അമർത്തിയാൽ നമ്മുടെ കീബോർഡ് ഒരു മിഡി ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ suppose this instrument അമർത്തി കീബോർഡ് മിഡിയായി ഇവിടെ ഇതല്ലേ റെക്കോർഡ് ചെയ്യാം. നമ്മൾ പ്ലേ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതിൽ അമർത്തി ചെറിയൊരു അബദ്ധം പറ്റി. ഇത് കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചതാ. ഇത് വൃത്തിയോടാൻ എനിക്കറിയാം. അത് പ്ലേ ചെയ്യാം. പരിചയപ്പെടുത്താൻ മറന്നുപോയ ഒരു ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ ബ്രൗസർ. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ എല്ലാ ആപ്പുകളിലും കാണുന്ന ഫയൽസ് ഓപ്പൺ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. ഫയൽ ഓപ്പൺ ചെയ്യാൻ എടുത്തിട്ട് ഓപ്പൺ ലൈവ് സെറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ബേസിക്കലി ഇത് ബ്രൗസർ. ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് അപേക്സ് ഒക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റും. മീഡിയ അപേക്സ് ഓഡിയോ അപേക്സിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് മാറ്റി. ഇപ്പോ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യാമേ, നമുക്ക് ആവശ്യമില്ല. ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചൊരു സാധനം ഇല്ല. ഇതിപ്പോ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ ഇതൊരു മിഡി ക്ലിപ്പ് എന്നാണ് പറയാം. ഇവിടെ വേറെ മിഡി ക്ലിപ്പ് സെപ്പറേറ്റ് ആണ്. വേറെ നമുക്കിപ്പോ വേറെ ഒന്നും ഉണ്ടാക്കാം. കോപ്പിയാണ് കാണിച്ചു തരാം. ഷിഫ്റ്റ് അമർത്തിയിട്ട് ഞാൻ ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ആയി മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ആയപ്പോൾ ഇത് നമ്മ വേറെ ഒന്നും ഉണ്ടാക്കുകയാണ്. ഓക്കെ,
ഇതല്ലല്ലോ, ഇതായിരുന്നില്ലേ? മനസ്സിലായോ? ഇപ്പോ നമുക്ക് ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്യാം ഓഡിയോ ട്രാക്ക്. ഇതിപ്പോ ഈ ഓഡിയോ ട്രാക്ക് ഓക്കെ, ഇത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ വെച്ച് പ്ലേ ചെയ്യാം. നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇത് അമർത്താം. ചെറിയൊരു ലാഗ് വരണ്ട, CPU-ന്റെ ഒരു ഇഷ്യൂ ആണ്. ഇത് പ്രൊജക്ട് ഇത്തിരി ഹെവിയാണ്, അപ്പൊ CPU അടിക്കുന്നുണ്ട്. പിന്നെ ഈ എന്താണ് സംഭവം, ബേസിക്സ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അടുത്ത ട്യൂട്ടോറിയല് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രാക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഞാൻ പറയാം. ഇതാണ് ബേസിക്കലി Ableton വർക്ക് ചെയ്യുന്ന രീതി. ഇത് ഓക്കെ, ഇതാണ് ടെമ്പോ, നമ്മുടെ മെട്രോണോം. ഇതാണ് ബേസിക്സ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ട്രാക്ക് തുടക്കം തൊട്ട് വർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതി ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ മറക്കാം. അതുപോലെ തന്നെ നല്ല ട്രാക്കുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞാൻ ലിങ്ക് ഒക്കെ ഇടാം, ലിങ്ക് ആക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ,